guys, mechanic blogger here. Maruti 800 5-speed engine restoration ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. 4-speed engine ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്ത 4-speed engine restorationന്റെ വീഡിയോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. 4-speed engine restoration ചെയ്ത് നമ്മൾ രണ്ട് പാർട്ടുകളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും 5-speed engine റീസ്റ്റോറേഷൻ കൂടി കാണേണ്ട ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ കാർ തന്നെയാണ്. വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാ പാർട്സും ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അസംബ്ലിയിലോട്ടാണ് കിടക്കാൻ പോകുന്നത്. 4-speed engine റീസ്റ്റോറേഷൻ വീഡിയോയുടെ തുടക്കത്തിൽ അതിലുണ്ടായ പ്രശ്നങ്ങൾ കൂടി പറഞ്ഞിരുന്നു. അതേ പ്രോബ്ലംസ് തന്നെയാണ് ഈ കാറിനും ഇവിടെ ഉള്ളത്. സ്റ്റാർട്ടിങ്ങിൽ വൈറ്റ് സ്മോക്ക് വരുന്നു. അതുപോലെ തന്നെ എൻജിൻ ഓയിൽ വളരെ പെട്ടെന്ന് കുറവാകുന്നുണ്ട്. ഓയിൽ ലീക്ക് കൂടി ഇതിന് ഉണ്ട്. അതുപോലെ തന്നെ എൻജിൻ സൗണ്ട് നോർമൽ അല്ല. ഇനി പാർട്സിലോട്ട് വരുമ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയ ഏറ്റവും നല്ല ക്വാളിറ്റി പാർട്സാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മേടിച്ചിട്ടുള്ള പാർട്സ് ഗ്യാസ്കറ്റ് കിറ്റ്, ഓയിൽ സീൽസ്, പിസ്റ്റൺ റിങ്സ്, ടൈമിംഗ് കവർ. ടൈമിംഗ് കവർ ഇവിടെ മേടിക്കാനുള്ള കാരണം മുൻപുണ്ടായ ടൈമിംഗ് കവർ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അത് പൊട്ടി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പൊട്ടിയ ഭാഗത്തിലൂടെ വെള്ളവും പൊടിയും കയറി ടൈമിംഗ് ബെൽറ്റ് കേടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ടൈമിംഗ് കവർ മാറ്റാനുള്ള കാരണം. സോ ബേസിക്കലി വി ആർ മേക്കിംഗ് ഇറ്റ് സേഫ്. ടൈമിംഗ് കവർ റബ്ബർ പാക്കിംഗ് മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈമിംഗ് ബെൽറ്റ്, ഡൈനാമോ ബെൽറ്റ്, പെയിൻറ്റ്, ഓയിൽ ഫിൽറ്റർ, ഗ്യാസ്കറ്റ് മേക്കർ, റേഡിയേറ്റർ ഹോസസ്, എൻജിൻ ഓയിൽ ആൻഡ് കൂളൻറ്റ്. ലേത്തിൽ നിന്നും ക്രാങ്ക് ഗ്രൈൻഡിങ് ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ ക്രാങ്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇങ്ങനെ ഗ്രൈൻഡിങ് ചെയ്യാനുള്ള കാരണം ക്രാങ്കിൽ വരുന്ന തേയ്മാനമാണ്. തേയ്മാനം സംഭവിച്ചതിന് ശേഷം ലേത്തിൽ പോയി അവർ പ്രത്യേകതരം മെഷീൻ എന്ന് പറയുമ്പോൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, ഡിപ്ലോമാസ്, ദേനോ എന്ത് മെഷീനാണ് ഇതിന് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മറ്റുള്ളവർക്കായി തീർച്ചയായും ഞാൻ മറ്റൊരു അവസരത്തിൽ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതൊരു നോർമൽ യൂസിന് ഉപയോഗിക്കുന്ന വാഹനമായതുകൊണ്ടാണ് ഞാനിവിടെ ലേത്തിൽ കൊടുത്ത് ക്രാങ്ക് പിൻ ഗ്രൈൻഡ് ചെയ്യാനുള്ള കാരണം. സെയിം സിറ്റുവേഷൻ നിങ്ങളൊരു സ്പോർട്സ് കാർ അതുപോലെ തന്നെ അഡ്വഞ്ചറസിനായിട്ട് ഉപയോഗിക്കുന്ന വെഹിക്കിളാണെങ്കിൽ ഐ ബെറ്റർ സജസ്റ്റ് യു ടു ബൈ എ ന്യൂ ക്രാങ്ക്. കാരണം ഇതിന് ഓവർലോഡ് ചെന്ന് കഴിഞ്ഞാൽ ക്രാങ്ക് വീണ്ടും പ്രോബ്ലം ആവാനുള്ള ചാൻസ് ഉണ്ട്. പിസ്റ്റൺ റിങ്സ് ആണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിസ്റ്റൺ സിലിണ്ടർ ലൂസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ബോറിങ്ങിൻ്റെ ആവശ്യം വന്നിട്ടില്ല. വൈറ്റ് സ്മോക്കിനുള്ള റീസൺ പിസ്റ്റൺ റിങ്സും അതുപോലെ തന്നെ സ്റ്റെം സ്റ്റീലുമാണ്. പിസ്റ്റൺ റിങ്സും സ്റ്റെം സീലും നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിസ്റ്റൺ റിങ്സും അതുപോലെ തന്നെ വാൾവ് സീലും ഇവ രണ്ടിൻ്റെയും ലൈഫ് കൂട്ടാൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട്. ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. തൊട്ട് മുൻപത്തെ വീഡിയോ അതായിരുന്നു ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫസ്റ്റ് പോയിന്റ് ആയിരുന്നു ടെമ്പറേച്ചർ ഹൈ ആകാതെ സൂക്ഷിക്കുക എന്നുള്ളത്. അതിനായി ചെയ്യേണ്ടത് കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഒരിക്കൽ കൂടി പറയുകയാണ്. റേഡിയേറ്ററിൽ കൂളൻ്റ് ഉണ്ട് എന്നും അതുപോലെ തന്നെ ലീക്കൊന്നുമില്ല എന്നും ഉറപ്പുവരുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. എൻജിൻ ടെമ്പറേച്ചർ ഹൈ ആവാനുള്ള മറ്റൊരു കാരണമാണ് എൻജിൻ കൂളിംഗ് ഫാന് വർക്കാതെ വരുന്നത്. ശ്രദ്ധിക്കപ്പെടാത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് റേഡിയേറ്ററിൻ്റെ ക്യാപ്പ്. ഇത് എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായും ഒരു 50,000 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. ഇത് പറയാനുള്ള കാരണം റേഡിയേറ്റർ ക്യാപ്പിൽ വരുന്ന റബ്ബർ വാഷറും റബ്ബർ ഓറിങ്ങും ഒരു ടൈം ലിമിറ്റ് കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കാരണം ഹാർഡാവുന്നു. ഇതിലൂടെ റേഡിയേറ്റർ കൂളൻറ്റിൽ വരുന്ന സ്വാഭാവിക പ്രഷർ റേഡിയേറ്റർ ക്യാപ്പിൽ നിൽക്കാതെ വരുമ്പോൾ കൂളൻ്റ് ഔട്ടായി എൻജിനിൽ കൂളൻ്റ് ഇല്ലാതെ ടെമ്പറേച്ചർ ഹൈ ആവുന്നു. അതുകൊണ്ടാണ് റേഡിയേറ്റർ ക്യാപ്പ് മാറ്റണമെന്ന് പറഞ്ഞത്. റേഡിയേറ്റർ ക്യാപ്പ് ജെനുവിൻ ആയിരിക്കണം. എൻജിൻ്റെ ലൈഫിനെ ബാധിക്കുന്നതാണ് റേഡിയേറ്റർ ക്യാപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് പെയിൻറ്റിങ് ജോബാണ്. അതായത് ഈ എൻജിൻ്റെ അവസ്ഥയിൽ നിന്നും എങ്ങനെ ഫ്രം ദിസ് ടു ദിസ് എങ്ങനെ ആക്കിയെടുക്കാമെന്ന് നോക്കാം.
ഇൻടേക്ക് മിനിഫോൾഡും ത്രോട്ടിൽ ബോഡിയും ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് കോമൺ റെയിലും ഫ്യൂൽ ഇഞ്ചക്ടറും സെപ്പറേറ്റ് ആക്കിയത്. ഇനിയെല്ലാം അസംബിൾ ചെയ്ത് സിലിണ്ടർ ഹെഡിൽ ഫിക്സ് ചെയ്യാം. ഗിയർ ബോക്സ് റിമൂവ് ചെയ്യാത്തത് കൊണ്ടാണ് ഹാഫ് എൻജിൻ ആദ്യം ഫിക്സ് ചെയ്തത്. ഇനി സിലിണ്ടർ ഹെഡും ടൈമിംഗ് ബെൽറ്റും ഫിക്സ് ചെയ്ത് ടൈമിംഗ് കവർ കൂടി ഫിറ്റിംഗ് ചെയ്താൽ എൻജിൻ കംപ്ലീറ്റ് ആയി. സ്റ്റാർട്ടിംഗ് പ്രോസസ്സിലോട്ട് നീങ്ങാം. ഫൈവ് സ്പീഡ് മാരുതി കാർ യൂസ് ചെയ്തവർക്ക് അറിയാം എൻജിൻ്റെ പിക്കപ്പും ഹൈവേയിൽ എൻജിന് കിട്ടുന്ന ആ ഒരു ഡ്രൈവിംഗ് ഫീലും. കാറിൻ്റെ സസ്പെൻഷനും അലൈൻമെൻറ്റും കറക്റ്റ് ചെയ്താൽ എത്ര ലോങ് ഡ്രൈവ് ആയാലും കാർ വളരെ സ്യൂട്ടബിൾ ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ആൾ നോട്ടിഫിക്കേഷൻ കൊടുക്കാൻ. എന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. And thank you guys for watching, and if you have liked the video, please press the like button, and if you don't want to miss the coming videos, please subscribe to my channel.